ഗുഡ് മോർണിംഗ് സുന്ദരീസ്, വെൽക്കം ടു അസ്വി ബ്ലോഗ്സ്. അപ്പോൾ അടുത്തൊരു മോർണിംഗ് റുട്ടീനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓരോരോ അടുപ്പിൽ ഓരോന്നായിട്ട് വെച്ച് തുടങ്ങുകയാണ്. ഫസ്റ്റ് തന്നെ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ മാവിൽ കുറച്ച് ഉപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇന്നിപ്പോൾ ഇമ്മക്കുട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റും അതേപോലെ കൊണ്ടുപോകാനും ദോശ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കുട്ടി 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 ദോശയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കടലക്കറി, നമ്മുടെ ചന മസാലയില്ലേ, അതാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ കുട്ടി കുട്ടി ദോശയിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അരി കഴുകുകയാണ്. ഈ പാത്രത്തിലാണ് നമ്മൾ സ്ഥിരം അരി കഴുകണത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ അസ്വി മലയാളത്തിലുണ്ട്. 12 ആമസോൺ കിച്ചൺ ഗാഡ്ജറ്റ്സ് ദാറ്റ് മെയ്ഡ് മൈ ലൈഫ് ഈസിയർ. വലിയ ടൈറ്റിലില്ല, അപ്പോൾ അതിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ അതിൽ ഈ ദോശത്തട്ടും അതേപോലെ തന്നെ ഈ അരി കഴുകുന്ന സാധനവും അതേപോലെ ആ സ്പാച്ചില അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് അടുത്ത സെറ്റ് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു ദോശകളാണ് കേട്ടോ. ഇനി നമുക്ക് ചോറ് വെക്കാനായിട്ട് കുക്കർ വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. പിന്നെ കഴുകിയ അരി കുറച്ച് നേരം കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അരി അവിടെ ആയിക്കോളും. ഇനി അടുത്ത അടുപ്പ്, അതായത് ലാസ്റ്റ് അടുപ്പ്, 4ാമത്തെ അടുപ്പിൽ നമ്മൾ കടലക്കറിക്ക് വേണ്ടി വെക്കുകയാണ്. അപ്പോൾ വെജിറ്റബിൾ കട്ടറിലാണ് നമ്മൾ സവോള അരിയണം. സവോളയും തക്കാളിയൊക്കെ ഇങ്ങനത്തേനൊക്കെ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. പൊതുവേ തന്നെ വെജിറ്റബിൾ കട്ടർ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇത് നമുക്ക് വെജിറ്റബിൾ കട്ടറിലിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ കുനുകുനേന്ന് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് സവോള ഇങ്ങനെ അച്ചരം കുച്ചരം അരിഞ്ഞിട്ടാൽ മതി. വലിയ വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടാലും കുഴപ്പമില്ല. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ വലിച്ച് കൊടുക്കുക. കുറച്ചൊന്ന് നല്ല ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ പുതക്കോ പറഞ്ഞ് താഴേക്ക് വീണ് കഴിഞ്ഞാൽ എല്ലാം കൂടി പോവും. പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ഇങ്ങനെ ജസ്റ്റ് അരിഞ്ഞിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അമ്മതേ നടക്കാൻ പോകാനായിട്ട് റെഡി ആവാണ്. അമ്മയ്ക്ക് ചായ അത് രാവിലെ ഏട്ടനുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ അമ്മ നടക്കാൻ പോയി വരുമ്പോൾ ഏകദേശം 1 മണിക്കൂറോളം അമ്മ നടക്കുകയും ഓടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് കടലക്കറിക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി കുറച്ച് ജീരകവും ഇട്ടിട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്ന മുളകും ഇട്ടിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് അധികം ഇടുക, കാരണം ഈ വെള്ളക്കടലയ്ക്കൊക്കെ ഭയങ്കര ഗ്യാസല്ലേ. എന്നിട്ട് നമ്മൾ സവോള കുനുകുനേന്ന് അരിഞ്ഞതുണ്ടല്ലോ വെജിറ്റബിൾ കട്ടറിൽ, അത് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കീ എന്ന ശബ്ദം കേൾക്കുന്നുണ്ടാവും. അത് ഇവിടുത്തെ ഇൻവേർട്ടർ അല്ല, ആക്ച്വലി UPSൻ്റെയാണ്. അത് ഇഗ്നോർ ചെയ്യുക കേട്ടോ. എന്നിട്ട് സവാള പെട്ടെന്ന് വഴട്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ കുനുകുനേന്ന് നമ്മൾ ആക്കിയെടുത്തിട്ടുള്ള കാരണം പെട്ടെന്ന് നമുക്ക് വഴട്ടി കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നന്നായി വഴട്ടിയതിന് ശേഷം നമുക്ക് അത് ഒന്നും കൂടി വാടട്ടെ, അതിന് വേണ്ടിയിട്ട് അതവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്ക് ടിഫിൻ പാക്ക് ചെയ്യാം. ടിഫിൻ നമ്മൾ നന്നായി തുടച്ചിട്ടുണ്ട്. അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ദോശ, പിന്നെ ഒരു കുഞ്ഞി പാത്രത്തിൽ കുറച്ച് മാത്രം ഒരു 1/2 സ്പൂൺ കെച്ചപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതിലേക്ക് ഒരു 1/2 തക്കാളി നുറുക്കി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ചൊന്ന് ലിക്വിഡായിട്ടുള്ള എന്തെങ്കിലും മുക്കി കഴിക്കാൻ വേണമല്ലോ വിചാരിച്ചിട്ടാണ്. പിന്നെ ഇങ്ങനെ കുട്ടിക്ക് വലിയ ഇഷ്ടമാണ്, തക്കാളി ഭയങ്കര ഫേവറേറ്റാണ്. പിന്നെ കുക്കുംബർ, ഒരു 1/2 കുക്കുംബർ ഒന്ന് അരിഞ്ഞ് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളക്കടലയും വെക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ടിഫിൻ വളരെ അധികമാണ് കേട്ടോ കൊടുക്കണം. അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അധികം കൊടുക്കണത്, അല്ലെങ്കിൽ ഇത്രയ്ക്ക് കൊടുക്കാറില്ല, കുറച്ച് കുറവായിരിക്കും. എന്നാലും ഇമ്മ ടിഫിൻ എപ്പോഴും കംപ്ലീറ്റ് ചെയ്തിട്ടാണ് വരിക. ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇതേപോലെ ഒരു കുഞ്ഞി പാത്രത്തിൽ ഒരു ബിസ്ക്കറ്റും ഒരു 3-4 പോപ്കോണും കൂടി വയ്ക്കുന്നുണ്ട്. ഒരു കുട്ടി സർപ്രൈസായിട്ട് ഞാൻ മല്ല ഇന്നിപ്പോൾ ഷെയർ ചെയ്യണമായിരുന്നു, അതുകൊണ്ട് കേട്ടോ. പിന്നെ ഒരു കുഞ്ഞി നോട്ട്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങനത്തെ നോട്ട് വെക്കാറുണ്ട് കേട്ടോ. എന്നൊരു സന്തോഷമല്ല അങ്ങനെ കാണുമ്പോൾ, കുട്ടികൾക്ക് സന്തോഷമാണ്, നമുക്കും അത് ഒരു സന്തോഷമാണ് എഴുതി വെക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ടിഫിൻ പാക്ക് ചെയ്തിട്ടുണ്ട്. സ്നാക്ക് ടിഫിൻ പാക്ക് ചെയ്യണം. അപ്പോൾ അതിനായിട്ടൊരു ബണ്ണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വീറ്റിൻ്റെ ബ്രെഡ് എടുക്കാറുണ്ട്, ബണ്ണ് എടുക്കാറുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കും. ഇന്നിപ്പോൾ നമുക്ക് ബണ്ണുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് ഒന്ന് ബട്ടറിലൊന്ന് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിൽ വെച്ച് കൊടുക്കുക. ഇത് ഫുള്ളില്ല കേട്ടോ, ഇത് കുറച്ച് ബാക്കി ഉണ്ടാവും, അത് ഞാൻ കഴിക്കും. ഇപ്പോൾ കുട്ടിക്ക് നമ്മൾ നേരത്തെ ടിഫിൻ ഉണ്ടാക്കണം, കാരണം അതിൽ എന്തെങ്കിലുമൊക്കെ ബാക്കിയുള്ളപ്പോൾ ഞാൻ അപ്പം കഴിക്കും. കുറച്ചായിട്ട് കഴിക്കണത് നല്ലതുമാണല്ലോ നമുക്ക്. അപ്പോൾ ഞാനത് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി അപ്പുറത്തിങ്ങനെ ആയിക്കൊണ്ടിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സവോള ഇങ്ങനെ ഒരു ഇതിലിങ്ങനെ വാടി വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചോലെ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ.
അതല്ലെങ്കിൽ നമ്മുടെ തന്നെ മസാലകളാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല അതൊക്കെ ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി അതൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ചോളി മസാല അന്നല്ല തലേദിവസം മേടിച്ചതായിരുന്നു. അന്നാണ് ആദ്യമായിട്ട് തുറക്കണത്, ഇന്നാണ് ആദ്യമായിട്ട് തുറക്കണത്. ഇന്ന് എന്തൊക്കെയോ പറയുന്നില്ലേ. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് തുറക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് തന്നെ ഇടാം. പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇടുന്നുണ്ട് എക്സ്ട്രാ ആയിട്ട് മസാല. അതൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, പുളിക്ക് വേണ്ടിയിട്ടുള്ള തക്കാളി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പുറത്ത് നമ്മുടെ ബണ്ണാവുന്നുണ്ട്, അതായിക്കോട്ടെ. അപ്പോൾ ഇതൊന്ന് വഴറ്റി വേണമെങ്കിൽ കുറച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ, ഈ ഉള്ളിയും തക്കാളിക്കും വേണ്ടിയിട്ട്, അതൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോഴേക്കും എന്ത് ചെയ്ത് നമ്മുടെ ബണ്ണായിട്ടുണ്ട്, അത് നമ്മൾ ടിഫിനിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കടല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കടല കുറച്ച് മാത്രം എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക, കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് പച്ചമുളകും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കടല അരച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറിക്കൊരു കൊഴുപ്പ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഓപ്ഷനിലാണ്, പക്ഷേ ചെയ്താൽ നല്ലതാണ് കേട്ടോ, ടേസ്റ്റും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ചുകൂടി വെള്ളം അതിലേക്ക് മിക്സിയിലേക്ക് ആഡ് ചെയ്ത് ഒന്നും കൂടി അരച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ചും കൂടി ചോളി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ചുകൂടി ആ ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ ഉപ്പ് മുളകൊക്കെ ഒന്ന് നോക്കുക. ആ സമയത്ത് എനിക്ക് കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്യണം തോന്നി, അപ്പോൾ അത് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കടല നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സിമ്പിൾ കറിയാണ്. ഇന്നിപ്പോൾ നമ്മൾ ദോശയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ദോശയ്ക്കും രാത്രി ചപ്പാത്തിയിലേക്കും കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കണത്. എപ്പോഴും ചട്നിയും ഉള്ളി ചമ്മന്തിയും സാമ്പാറും ഒക്കെ അല്ല, അപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴും ഇങ്ങനെയും ചെയ്യാറുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉള്ളി മൂപ്പിച്ച് അതിൽ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ കരിവേപ്പില ഇട്ടിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളി മൂപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കരിവേപ്പിലയും മുളക് പൊടിയും മാത്രം മതി. പിന്നീട് നമുക്ക് കുറച്ച് മല്ലിയില ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ വെള്ളക്കടല ആയിട്ടുണ്ട്, ഇപ്പോൾ ടിഫിനും ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇമ്മക്കുട്ടിക്ക് ഭക്ഷണം കൊടുത്ത്, ദോശയും കടലയും കൂടിയിട്ട് ഇമ്മക്കുട്ടി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ കൊണ്ടുപോകുന്നത് ഞാൻ പറയില്ല, ഇന്ന് പിന്നെ കുറച്ച് കൂടുതലുണ്ട്, അത് എല്ലാവർക്കും കൂടി ഷെയർ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കുഴപ്പമില്ല, റെഡി ആയിട്ടുണ്ട്. ഇപ്പോഴാണ് പാവാട, ഇത് പുതിയ യൂണിഫോമാണ്. എന്ന് വെച്ചാൽ 2 സെറ്റ് ഉണ്ടായിരുന്നു, അതിൽ ഒരു സെറ്റ് ഭയങ്കര ലൂസായി തുടങ്ങി. ബെൽറ്റ് ഇട്ടാലും എല്ലാ ദിവസവും തിരിച്ചെത്തുമ്പോഴേക്കും അഴിഞ്ഞ് പോരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2-3 ടക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നോക്കുമ്പോൾ ബക്കിള് പിന്നെയും ഇതായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ലൂസായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബക്കിളും തുന്നണമായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെയാണ് ചെയ്യണത്. എല്ലാം ഈ ലാസ്റ്റ് നിമിഷത്തിലാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ സ്വഭാവത്തിലുള്ളതാണ് കേട്ടോ. ഞാൻ എത്ര മാറ്റാൻ ശ്രമിച്ചാലും അത് മാറുന്നേ ഇല്ല. അപ്പോൾ അത് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബക്കിൾ പിന്നെ നമുക്ക് കൈ കൊണ്ട് തന്നെ തുന്നണല്ലോ. അപ്പോൾ ഞാനിതിങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഗ്യാപ്പിലായിട്ട് നിമ്മക്കുട്ടിക്ക് ഷർട്ടും ടൈയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്തൊരു അധ്വാനിച്ചാണല്ലേ മക്കൾ തുന്നണത്. അത് ഭയങ്കര കട്ടിയല്ലേ, അതുകൊണ്ടാണ്. പിന്നെ ഈ ടൈയും ചെരുപ്പും ഒക്കെ ഉണ്ട്. പിന്നെ നമുക്കിത് കുട്ടി മുടി കെട്ടി കൊടുക്കണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. മുടി കെട്ടി കൊടുക്കാൻ കുറച്ച് സമയം എടുക്കും. ഞാൻ മിക്കവാറും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തന്നെയാണ് കേട്ടോ മുടി കെട്ടി കൊടുക്കുക. ഇന്ന് പക്ഷേ ഞാൻ കുറച്ചുകൂടി സമയം ഉണ്ടായിരുന്നു. ഇമ്മയെ ഞാനൊരു 10 മിനിറ്റ് നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടനെ വിളിച്ചത് ഞാൻ, പക്ഷേ കുറച്ചുകൂടി ഇത് സ്പീഡാക്കി. ഏട്ടൻ വിളിക്കുമ്പോൾ കുറേ പതുക്കെ വിളിക്കുക, ഞാൻ കുറച്ചുകൂടി സ്പീഡിൽ വിളിക്കും. പിന്നെ ബ്ലാക്ക് മാത്രമേ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബ്ലാക്ക് റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് 2 കൊമ്പ് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിന്ന് കാറിലാണ് പോണത്. എന്നുവെച്ചാൽ സ്കൂളിലേക്കല്ല, ബസ് സ്റ്റോപ്പിലേക്ക്. എന്നിട്ട് അവിടെ തന്നെ കാറിൽ വെയിറ്റ് ചെയ്ത് അങ്ങനെ കയറ്റി വിട്ടു. അല്ലെങ്കിൽ ഭയങ്കര മഴയാകുമ്പോഴേ ഇങ്ങനെ നനഞ്ഞ് കുതിർന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ പാടല്ലേ. അപ്പോൾ അതുകൊണ്ട് തൊട്ടടുത്താ, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കടന്നാൽ മതി. കാറിലാകുമ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ദൂരം. ഞങ്ങൾ ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറ്റി വിട്ടു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടി മോർണിംഗ് റുട്ടീൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.